നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണി വിട്ട് UDF വരും എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നത്. ഇത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തർക്കങ്ങളുണ്ട് എന്നും മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA യോജിക്കുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കേരള സർക്കാരിൻ്റെ കേന്ദ്രവിരുദ്ധ സമരത്തിലും ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല. ഇതൊക്കെ ജോസ് കെ മാണി UDF എന്നുള്ള ഈ അഭ്യൂഹങ്ങൾക്ക് വീണ്ടും ആക്കം കൂട്ടിയിരുന്നു. ഏതായാലും ഇന്ന് ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ട് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. താൻ ഒരു കാരണവശാലും LDF വിട്ട് പോകില്ല, തൻ്റെ പാർട്ടി പോകുകയില്ല എന്നാണ് ഇന്ന് ജോസ് കെ മാണി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് അതിൻ്റെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നുള്ളത് മറ്റൊരു പരമാർത്ഥമാണ്. എങ്കിൽ പോലും തൽക്കാലത്തേക്ക് ഏതായാലും LDF വിടാനില്ല എന്നുള്ള നിലപാടിലേക്കാണ് ജോസ് കെ മാണി എത്തിയത് എന്ന് വേണം കരുതാൻ. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. നേരത്തെ കേട്ടിരുന്ന പോലെ മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA മാത്രമല്ല ചീഫ് വിപ്പ് പ്രൊഫസർ ജയരാജും മുന്നണി വിട്ടു പോകുന്നതിന് എതിരാണ് എന്നാണ് ഒടുവിൽ കിട്ടിയ വാർത്ത. പെട്ടെന്ന് ജോസ് കെ മാണി ഒരു തീരുമാനമെടുത്ത് UDF പോയാൽ പാർട്ടി ഒരു പിളർപ്പിനെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പായിരുന്നു. കേരള കോൺഗ്രസിനെ കുറിച്ച് കെ മാണി തന്നെ പറഞ്ഞിട്ടുള്ളത് വളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്നാണ്. അങ്ങനെ ഒരു പിളർപ്പ് കൂടി താങ്ങാനുള്ള ശക്തി ഈ പാർട്ടിക്ക് ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ജോസ് കെ മാണി ഒരുപക്ഷെ തൻ്റെ ഈ തീരുമാനത്തിൽ അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ പിന്മാറിയത് എന്ന് വേണം കരുതാൻ. ജോസ് കെ മാണി UDF നേതാക്കളുമായോ അതല്ലെങ്കിൽ പ്രമുഖരായ കോൺഗ്രസിൻ്റെ നേതാക്കളുമായോ ഒക്കെ തന്നെ ചർച്ച നടത്തിയായി നിലവിൽ ആധികാരികമായ തെളിവുകളൊന്നും തന്നെയില്ല. കത്തോലിക്ക സഭ ഇക്കാര്യത്തിൽ വളരെ സജീവമായ ഇടപെടൽ നടത്തിയിരുന്നു എന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ അതേക്കുറിച്ചൊന്നും തന്നെ ഇനിയും ആരും പ്രതികരിച്ചിട്ടുമില്ല. മാത്രവുമല്ല, കോട്ടയം ഇടുക്കി ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഈ ഒരു നീക്കത്തോട് വലിയ തോതിലുള്ള വിയോജിപ്പുണ്ടായിരുന്നുവെന്നാണ് കേൾക്കുന്നത്. കാരണം നേരത്തെ വർഷങ്ങളോളം കേരള കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വം കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട എല്ലാ സീറ്റുകളും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കയ്യിലായിരുന്നു. ഇത്തവണ മത്സരിക്കാൻ പലരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഈ ഞെട്ടിക്കുന്ന വിവരം കേട്ടത്. നമുക്കിവിടെ സ്വാഭാവികം ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കേരള കോൺഗ്രസിലെ തമ്മിലടി കാരണമാണ് UDF അധികാരം നഷ്ടപ്പെട്ടത്. അതിനേതാണ്ട് സമാനമായൊരവസ്ഥ ഇപ്പോഴുണ്ടാകുമോ എന്ന് പല കോൺഗ്രസ് നേതാക്കളും സംശയം പ്രകടിപ്പിച്ചിരുന്നത്. കാരണം കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ കാലുവാരുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ കേരള കോൺഗ്രസ്സുകാർ കാലുവാരുകയോ ഒക്കെ തന്നെ ചെയ്യുമോ എന്നുള്ളൊരു സംശയവും അവിടെ ഉദിച്ചിരുന്നു എന്ന് വ്യാപകമായ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തൽക്കാലം മുന്നണി വിടേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ ഒരു നിലപാടെന്ന നിലയിലേക്കാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ മുൻ ധനകാര്യമന്ത്രിയും പാർട്ടി ചെയർമാനൊക്കെ ആയിരുന്ന KM മാണിക്ക് സ്മാരകം നിർമ്മിക്കാനായി 25 സെൻറ്റ് സ്ഥലം നൽകാൻ, അതും കവടിയാർ പോലെയുള്ള ഏറ്റവും കണ്ണായ സ്ഥലത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. വെറും 100 രൂപ പാട്ടത്തിനാണ് ഇത് വിട്ടുകൊടുക്കുന്നത്. ഇതൊക്കെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മുന്നണിക്കൊപ്പം നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായത് എന്ന് വേണം കരുതാൻ. പാലായിൽ KM മാണിക്ക് സ്മാരകം ഉണ്ടാക്കുന്നതിന് നേരത്തെ ബജറ്റിൽ പണം അനുവദിച്ചിരുന്നു. അതുപോലെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ KM മാണിക്ക് ഒരു സ്മാരകത്തിനായി സ്ഥലം അനുവദിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായും കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ നിർത്താനുള്ള CPMൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആണെന്ന് വേണം കണക്കാക്കാൻ. മാത്രമല്ല, ഇപ്പോൾ പെട്ടെന്ന് മുന്നണി വിട്ടുപോയാൽ അത് വലിയ തോതിൽ തങ്ങൾക്ക് ദോഷകരമാകും എന്ന് തന്നെയാണ് പാർട്ടിയുടെ അണികളും വിശ്വസിക്കുന്നത്. നിലവിലെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ പാർട്ടി വിട്ടില്ല, ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ ആരാണോ മന്ത്രിയായിരിക്കുന്നത് അയാൾക്കൊപ്പമായിരിക്കും കൂടുതൽ അണികളും നേതാക്കളും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സാഹചര്യം വന്നാൽ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കാൻ അധികം ആളില്ലാത്തൊരവസ്ഥ വരും. മാത്രമല്ല, പാലായിലെ നിലവിലെ MLA മാണി സി കാപ്പനാകട്ടെ താനിവിടെ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് ലീഗ് നേതൃത്വത്തെ അറിയിച്ചതായും പറയപ്പെടുന്നുണ്ട്. നാളെ ജോസ് കെ മാണി UDF എത്തുകയും പാലയിലെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്താൽ മാണി സി കാപ്പൻ വിമത സ്ഥാനാർത്ഥിയാവുകയില്ല എന്ന് നമുക്ക് പറയാനും കഴിയുകയില്ല. അപ്പോൾ ഏതായാലും പാലായിൽ വലിയ തോതിലുള്ള സ്വാധീനമുള്ള വ്യക്തിയും അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള അംഗവുമാണ് മാണി സി കാപ്പൻ. ഇതുവരെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഏതായാലും നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് ഒരു താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. കേരള കോൺഗ്രസ് തൽക്കാലം ഇടതുമുന്നണി തന്നെ തുടരും. എന്നാൽ നാളെ ഒരു തൂക്കുസഭയോ മറ്റോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്ന് ഈ പാർട്ടി നിലപാട് വ്യക്തമാക്കും എന്നുള്ള കാര്യം അപ്പോൾ ചിന്തിക്കാനായിരിക്കാം ഒരുപക്ഷെ പാർട്ടിയുടെ നേതൃത്വം താല്പര്യപ്പെടുന്നത്.